കൊമ്പന്റെ അടുത്ത് 2 ഡയലോഗ് അടിച്ചിട്ട് നമ്മളെ എലിയിലുണ്ട്. നീയൊക്കെ ചിരിച്ചാലൊക്കെ സിറ്റുവേഷൻ മൂഞ്ചോടാ എന്റെ അടുത്ത്. നീയൊക്കെ ചിരിച്ച സിറ്റുവേഷൻ മൂഞ്ചോടാ, ചിരിച്ച സിറ്റുവേഷൻ മൂഞ്ചോടാ. ഇനിയും ചിരിക്കും. നിന്നാക്കി നീ എവിടെ കണ്ടാലും ചിരിക്കും. എവിടെ കണ്ടാലും കൊമ്പൻ എന്താടാ, കൊമ്പൻ എന്താടാ, എടാ കൊമ്പൻ എന്താടാ, കൊമ്പൻ എന്താടാ, ആ തീറ്റക്കണ്ടി എന്തേ? എടാ കൊമ്പൻ എന്താടാ, എടാ കൊമ്പൻ എന്ത്, കൊമ്പൻ 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 എന്ത്, കൊമ്പൻ കൊമ്പൻ. അവനെ ക്യാരിട്ട്, അവനെ ക്യാരിട്ട് മാറ്റിയെടുത്ത്, അവനെ മാറ്റിയെടുത്ത്, അവനെ മാറ്റിയെടുത്ത്, അവനെ മാറ്റിയെടുത്ത്, കൊമ്പനെന്ന് മാറ്റിയെടുത്തേ. എടാ കത്തിച്ചാവാളടാ, കത്തിച്ചാവല്ലേ കൂടെ ഉള്ളവര്. എടാ കൊമ്പനെ ഒന്ന് മാറ്റിയെടുത്തടാ, മാറ്റി. എടാ ഇത് തന്നെയാണോ കൊമ്പൻ? എടാ ഇത് കൊമ്പനല്ലല്ലോ, ഇത് കൊമ്പനല്ല, ഇത് വേറെ ഏതോ കണ്ടിയാ. അവനെയൊന്ന് മാറ്റിയിരുത്തേ, മാറ്റിയിരുത്തേ, കൊമ്പനെന്ന് മാറ്റിയിരുത്തേ. എന്താടാ എന്താടാ നിനക്ക് ആനയുടെ 5-ാം കാലം വായിലെടുത്ത് നടന്നാ പോരെ? നീ എന്തിനാടാ തീട്ടക്കണ്ടി? നീ ആരെന്നെ ഹോസ്റ്റ് എടുക്കാൻ? 2 വട്ടം അടിച്ച് തന്നെ ഹോസ്റ്റ് എടുക്കണോ? നീയല്ല നിന്നെ പോലെ 10 കൊമ്പൻ വന്നാലും എന്നെ ദേഹത്ത് കൊടുത്തില്ല, മനസ്സിലായടാ? ദേഹത്ത് കൊടുത്തില്ല. എന്നെ തൊട്ടേ ഞാൻ മനസ്സിലായല്ലോ, എന്നെ തൊട്ട് തന്നെയാണ് നീ താഴെ കിടന്ന് മറ്റേ, മനസ്സിലായ? നിനക്ക് പച്ച പണി എന്താണെന്നറിയോ? നിനക്ക് പച്ച പണി, എടാ നിനക്ക് പച്ച പണി എന്താണെന്നറിയാവോ? രാവിലെ ഇല്ല റോംസറാക്കില്ല, അവിടെ പട്ടിയാണ് അപ്പിയിടും, മനസ്സിലായി? അത് കോരി നീ മറ്റേ വൃത്തിയാക്ക. നിനക്ക് പച്ച പണിയാണ്, മനസ്സിലായടാ? തീട്ടക്കണ്ടി. എടാ കഴിവുണ്ടോടാ? നിനക്കൊരു കഴിവുണ്ടോടാ ജീവിതത്തിൽ? നിനക്ക് ജീവിതം ഉണ്ടോടാ? തിരിച്ചാ നീ സിറ്റുവേഷൻ തോന്നിക്കോടാ പന്നം. നീ തിരിച്ചാ നീ സിറ്റുവേഷൻ തോന്നിക്കോടാ. നീ ആര്? നിന്റെ ഇനി നിന്നല്ല, നിന്റെ ടീച്ചർ അല്ല, നിന്റെ ജൂസൊക്കെ ഉണ്ടല്ലോ. പിന്നെ നിന്റെ മെസ്സടിയൊക്കെ മറ്റേ നിന്റെ കോളത്തിലുള്ള മറ്റേ ലവന്മാരുണ്ടല്ലോ, മറ്റേ ഊപ്പ പിള്ളേരുണ്ടല്ലോ നിന്റെ കൂടെ ഉള്ള അവന്മാരടുത്ത് നിന്റെ മെസ്സടിയൊക്കെ, മനസ്സിലായോ? നിന്റെ CBSE മെസ്സടിയൊക്കെ നിന്റെ മറ്റേ കൂടുള്ള ഊപ്പ പിള്ളേരുടെ വരി നമ്മ അടുത്തോണ്ടാ. ഇനി ചിരിക്കും. നീ മീറ്റിങ്ങിന് വരുമ്പോ നിന്നെ അവിടെ ഇട്ട് ചിരിക്കും. ഇനി നിന്നെ ഞാൻ നിന്നെ ഇനി സിറ്റി കാണുന്ന എല്ലാണോ ചിരിക്കണം, മനസ്സിലായോ? നിന്നെ ഈ സിറ്റിയിൽ കോമാളി കോമാളി, മനസ്സിലായോ? കോമാളി നിന്റെ സിറ്റിയിൽ ഒരു കോമാളിയായിട്ടാ കാണാൻ പോകുന്നത്. കൊമ്പ കൊമ്പ അവന്റെ എന്താടാ വായും തുറന്നാണല്ലോ എത്തെ? ചാവുന്നതിനും വന്നടാ സ്റ്റോക്കറിന് 5-ാം കാലം നീ വായിലിട്ടോ ചാവുന്നതിന് മുമ്പേ. എടാ നീ ചാവുന്നതിന് മുമ്പ് എന്ത് ഡിൽഡോ ിന്റെ സാധനമായിട്ടോടാ? എടാ ചാവുന്നതിന് മുമ്പ് വാതർന്നാണല്ലോ എത്തത്. എന്ത് പറ്റടാ? എടാ കൊമ്പ അവന്റെ കൊമ്പാച്ച അവന് 2 വട്ടം കൊന്നിട്ട് തന്നെ അവന് ഓസ്റ്റേ എടുത്തോണ്ട് വേണം. നിന്റെ തോന്നുന്ന പോലെ നിന്റെ തോന്നിയ ദിവസം ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? നിന്റെ തോന്നിയ ദിവസം ഒന്നും അവന്റെ തോന്നിയ ദിവസം കാണിക്കാൻ പറ്റുന്ന. എന്താ നീ ഇന്ന് തന്നെ നാളെ തന്നെ പൂരം തുടങ്ങും? നീ അവിടെ പോയി നിൽക്കുന്നില്ലേ? നീ സാറിന് അവിടെ പോയി നിൽക്കുന്നുള്ളൂ. നാളെ തന്നെ പൂരം തുടങ്ങിയല്ലേ? നീ പോകുന്നില്ലടാ? നിന്നെ ആരും വിളിച്ചില്ലേ? നിന്നാരും വിളിച്ചില്ലേ? വാടകയ്ക്ക് വിളിച്ചില്ലടാ? എടാ പന്നെ ഹലോ പറഞ്ഞു ഇവന്റെ വായ്പ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇവന്റെ വായ്പ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്താടാ നിന്റെ പഴയ തൊഴിലങ്ങ് എടുത്തല്ലോ? സാമാനം കാണുമ്പോ വാ തുറക്കുന്ന എന്റെ പഴയ തൊഴില്. ഏടാ പഴയ തൊഴിലങ്ങ് എടുത്തല്ലോടാ. ഏടാ സാമാനം കാണുമ്പോ വാ തുറക്കുന്നേ. ഏടാ കൊമ്പ നിനക്ക് ഇനി നട്ടല് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ 3D പ്രിന്റർ ഒക്കെ ഉണ്ട്. നിനക്ക് നട്ടലോ നിനക്ക് ഡിൽഡോ എന്തുവെന്ന് വെച്ചാൽ വെച്ച് നമുക്ക് പണിഞ്ഞു തരാം. പല കളറിൽ പണിഞ്ഞു തരാം, മനസ്സിലായോ? നിനക്കത് വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി. പുതിയട്ടാണ് ഇപ്പൊ നട്ടില്ലാത്തവന്മാർക്ക് വെക്കാനാണ്. അതല്ല ചിരിച്ച സിറ്റുവേഷനാണ്, ചിരിക്കലാണ്. ചിരിച്ച സിറ്റുവേഷനാ, ചിരിച്ച സിറ്റുവേഷനാ. നിന്നെ ഇനി സിറ്റി കാണുന്നവരെല്ലാരും ചിരിക്കും, മനസ്സിലായോ? നിന്നെ ഇനി സിറ്റി ഏതവന്മാര് കണ്ടാലും നിന്നെ ചിരിക്കും. നീ ഇന്നോട്ട് സിറ്റിയിലെ ഒരു കോമാളിയാണ്, അത് മനസ്സിലാക്കി ജീവിക്കണം, മനസ്സിലായോ? നീ അത് മനസ്സിലാക്കി ജീവിക്കും. ചിരിച്ചോണ്ട് പോയാൽ അതിന് കഴിവില്ലാത്ത കൊമ്പാന്ന് വിളിച്ചതാണ്. ചിരി കേട്ടാൽ അതിന്റെ അർത്ഥം അതാണ്, കഴിവില്ലാത്ത കൊമ്പൻ. ചിരി കേട്ടാ അയ്യോ വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റേത്? അപ്പൊ പോയിട്ട് വരണ്ടാ കൊമ്പാ, നമുക്ക് വേറെ പരിപാടി ഉണ്ട്. നിന്നെ പോലെ മറ്റേ ഈച്ച അടിച്ചിട്ട്
മറ്റേ ഉപ്പ പിള്ളേർക്ക് മെസ്സ് അടിക്കലല്ല നമ്മുടെ പരിപാടി. നമുക്ക് വേറെ പരിപാടി ഉണ്ട്. പോട്ടെ വായം പിടിച്ചിരിക്കുന്ന കണ്ടോ? ഞാനേ ഞാൻ കാര്യം ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. ഈ നമുക്ക് ഒരിക്കൽ എങ്ങനെയോ ജയിച്ചെന്നും പറഞ്ഞേ നടക്കൂല കേട്ടോ ഇനി നീ ഞാൻ അതല്ല വാർ കളിക്കാൻ മടിയായിട്ട് പറഞ്ഞല്ല. ഇതൊരു ഒരു രീതിയിലും ഇത് നല്ല സിറ്റുവേഷൻ എടുത്തു. സരകട്ട എന്തിനാണെന്ന് പറഞ്ഞത്? അയ്യോ അടാ സുഖിച്ചു. എനിക്ക് ഇതുപോലൊക്കെ സുഖം കിട്ടിയിട്ടില്ല, മനസ്സിലായ? സുഖിച്ചിരിക്കൊക്കെ ഇതാര് വണ്ടി വണ്ടി അന്ന് എന്തിനു പറഞ്ഞത് കേട്ടത്? സരകട്ട വീണ്ടും വല്ല പറഞ്ഞ അയ്യോ സീറ്റിൽ കയറിയിരിക്കണേ സീറ്റില് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാന്ന് തോന്നുന്നു ഞാൻ. ജുഗുരു വന്ന് കേറിയാന്ന് പറഞ്ഞൂടെ. വാസണ്ണ അമ്മ നല്ല ട്രിഗർ ആക്കണ തെറി വിളിക്കാല്ലേ എന്റെ വാസണ്ണ. അളിയ ഞാൻ നീ എന്നെ ഒന്ന് കൊണ്ടുപോയി നോക്കിയേ. നീ എന്നെ ഒന്ന് കൊണ്ടുപോയി നോക്കിയേ എന്നിട്ട് പറഞ്ഞു. നീ എന്നെ ആദ്യം ഒന്ന് കൊണ്ടുപോകും. 15 മിനിറ്റ് മിനിമം കൊടുക്കണം. ഓമാളി കൊമ്പൻ. അപ്പൊ അത് നമ്മുടെ പ്ലാൻ ഇതായേ. മെക്കാനിക്ക് എന്തൊരു സുഖമാണ്, എന്തൊരു സുഖമാണ് എന്റെ. അയ്യോ എനിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സുഖമൊക്കെ ഉണ്ട്. വാറോടെ ജയിച്ചിട്ട് സൂചിച്ചാ മതി. വാറോടെ ജയിച്ചിട്ട് സൂചിക്കാം. അത് ശരിയാ. എന്നാ ഇതൊരു ജസ്റ്റ് ചിരിച്ചാൽ മതി കേട്ടോ. TDP പോയി സിറ്റുവേഷൻ ആട്ടോ അവന്മാരായിട്ട്. അവന്മാരായിട്ട് പ്രത്യേകിച്ച് വള്ളി എടുക്കേണ്ട ആവശ്യമില്ല. മീറ്റിംഗ് ഏരിയയിലോട്ടാണോ? എല്ലാരും ചിരിക്കണം അവന്മാര് വരുമ്പോ. ഇരുന്ന മീറ്റിംഗ് ഏരിയ എല്ലാരും വരുമ്പോ ഇതൊക്കെ ചിരിക്കണേ. ഉമ്മാര് വരുമ്പോഴേ ഇരുന്നൊക്കെ ചിരിക്കണ, മനസ്സിലായേ? പറഞ്ഞത് പൊട്ടും കേട്ടാ. നമ്മളിത് എങ്ങോട്ടാ പോണേ? എവിടെയാണ് മീറ്റിംഗ് ഏരിയ? ലെഫ്റ്റ് എവിടെയാണെന്ന് തോന്നുന്നു. മാർക്കറ്റ് നേരെ ലെഫ്റ്റ്. ഇത് തന്നെ തന്നെ. അയ്യോ അയ്യോ അമ്മര് വാറ് വിളിച്ചോണ്ടാ അക്സെപ്റ്റ് ചെയ്തോ അമ്മര്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങോട്ട് പോവാ അവരുടെ കൂടെ. മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്തു. മീറ്റിംഗിനാ വന്നേ. അവര് നേരത്തെ വന്നു കേട്ടാ. എലിയിലേക്ക് വന്നിപ്പോണ്ട്. ഡ്രാഗനായിട്ട് കൂട്ടിയിടിച്ച്. ഇല്ല ഒറ്റയ്ക്കാ വന്നേട്ടാ. കുമ്പം വന്നില്ലെന്ന് തോന്നേട്ടാ. ഏതോ ഒരു പയ്യനെ മാത്രം പറഞ്ഞു. ഒരു പയ്യനെ മാത്രം പറഞ്ഞിട്ടാ താളെ കിട്ടുമെന്ന് പറഞ്ഞു വിട്ടേട്ടാ. ഇല്ലല്ല വന്ന് ബാക്കിയുള്ളവരെ വണ്ടി വിളിച്ചു തോന്നേട്ടാ. ഞാൻ കൂളാണ്. 30 സെക്കൻഡ് ഒന്നും മിണ്ടായിരുന്നില്ല. അത് കൊള്ളാടാ ജിഗ്ര. അവന്മാരെ കഴിഞ്ഞ 30 സെക്കൻഡ് മിണ്ടായിരുന്നില്ല. ചിരിയിരിക്കാം. ഈ ഒരുത്തന്റെ അടുത്ത് ഇല്ലല്ലേ ഞാൻ പറയട്ടെ, ഈ ഒരുത്തന്റെ അടുത്ത് ചോദിക്കട്ടെ മിനിമം സിറ്റുവേഷൻ ഉള്ളവരെ കൊണ്ടുവരണോടാ. ചോദിക്കട്ടെ
ടോക്കറല്ലേ വന്നേക്കുന്നത് മിനിമം ആരാണ് സിറ്റുവേഷൻ ഞാൻ സംസാരിച്ചോളാം ഞാൻ ഇത് കൂളായിട്ട് ഡീൽ ചെയ്യാം വെറുതെ വൾഗറാക്കല്ല ഞാൻ കൂടെ ഡീൽ ചെയ്തോളാം എടാ നിന്റെ കൂടെ ഉള്ളവന്മാരൊന്നും വന്നില്ലേ നീ ഒറ്റയ്ക്കേ ഉള്ളോ മീറ്റിംഗ് അല്ലേ സിറ്റുവേഷൻ ബ്രോ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിട്ടാ ബ്രോക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോ ബ്രോ സംസാരിക്കാൻ പറ്റത്തില്ല നിനക്കൊന്നും വഴി മുതുകിലൊക്കെ കാണുമ്പോ നിനക്ക് 4 നാക്കാണല്ലോടാ നിന്റെയൊക്കെ ലീഡറിനും കോ ലീഡറിനും ഒക്കെ സിറ്റുവേഷൻ ഉള്ളവരെ വിളി സിറ്റുവേഷൻ ഉള്ളവരെ വിളി നീ സിറ്റുവേഷൻ ഉള്ളവന്മാരെ വിളി സിറ്റുവേഷൻ ഉള്ളവന്മാരെ വിളി വന്നാ പോരെ സിറ്റുവേഷനിലുള്ള ആള് വേണം ആരാ വിളിച്ചോണ്ട് അന്നേരം നമുക്ക് വാറണ്ട് മീറ്റിംഗ് ബ്രോ ഞാൻ കാര്യം പറയട്ടാ ഇത് ബ്രോ ബേസിക് ആണ് നമ്മൾ ഈ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനാണ് അതായത് എന്തിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് മീറ്റിംഗിൽ വരാൻ പറഞ്ഞത് അപ്പൊ ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ ഇപ്പൊ എല്ലാ സിറ്റുവേഷൻ അങ്ങനെ വന്നാൽ പോരെ ഒറ്റയ്ക്ക് ആർക്കെങ്കിലും എന്നാ നീ ഒറ്റയ്ക്ക് മീറ്റിംഗിന് ആ സിറ്റുവേഷൻ പറഞ്ഞാ പോരെ എന്താണ് സിറ്റുവേഷനിലുള്ള ആള് വേണം മിനിമം സിറ്റുവേഷൻ ഉള്ളവർ വരണമല്ലോ ഓക്കെ ബ്രോക്ക് അപ്പൊ ഓക്കെ ഞാൻ കാര്യം ചെയ്യട്ടെ ബ്രോക്ക് സിറ്റുവേഷൻ പറയാൻ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ബ്രോ ഇപ്പൊ വന്നുകൊണ്ട് ഓക്കെയാണ് ഞങ്ങൾക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു കണ്ണാപ്പിയായിട്ട് ലൈക് സംസാരമായി സംസാരം ബ്രോ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ബ്രോ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ ബ്രോ സ്റ്റാർട്ടിംഗ് പറഞ്ഞേ എന്ന് പറഞ്ഞേ സ്റ്റാർട്ടിംഗ് ഒക്കെ അറിയാലോ എന്താ ബ്രോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞുതരാം ബ്രോയ്ക്ക് പറയാൻ മടി ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരണം അറിയാലോ എന്ന് പറയണേ ആദ്യം തൊട്ട് പറ സിറ്റുവേഷൻ കേൾക്കട്ടെ ഞങ്ങള് ഒറ്റയ്ക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ബ്രോ ചിരിച്ചതിനാണ് അല്ല ബ്രോ ചിരിച്ചതിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അത് ബ്രോ സീരിയസ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങളിപ്പം ടീടെ നിന്ന് കഴിഞ്ഞാലും ഇപ്പൊ കണ്ണാപ്പി ആയാലും 2-3 ആൾക്കാരുണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുക അല്ലാതെ നിങ്ങൾ റേഡിയോയിൽ കോൾ എടുത്തങ്ങ് പോവുക അങ്ങനെ പാട്ടിടുക അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പറയാൻ പറ്റുമോ നിങ്ങളുടെ ലീഡർ ആനയാണോ അല്ല നിങ്ങളുടെ ലീഡർ ആനയാണോ നമ്മൾ ആനയുടെ പാട്ടിട്ട ട്രിഗർ ആനോ അല്ലാണോ ബ്രോ എന്നാ ബ്രോ ഗ്യാങ്ലീഡറായിട്ട് മാറ്റിട്ട് പുള്ളിയെ നെറ്റിപ്പെട്ടതായിട്ട് ചാർത്തി നിർത്തി അവിടെ കൊണ്ട് നിർത്ത് ബ്രോയ്ക്കറിയാം നിങ്ങൾ എങ്ങനെയാ അതെന്താ ഈ തൃശ്ശൂർ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല ആന ഇളക്കുന്ന ഞങ്ങൾ ഉത്സവത്തിലൊക്കെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ടാർഗറ്റ് ചെയ്തിട്ട് അതാ പറഞ്ഞ ബ്രോ നമ്മൾ ആനപ്രേമികളാണ് നമുക്ക് ആനയുടെ വീഡിയോ ആനയുടെ ഇടക്കിടക്ക് കേൾക്കും എന്തിനാ ശോകാവുന്നേ ബ്രോ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ബ്രോ ലൈക്ക് നിങ്ങളുടെ ബ്രോ ഇതിനു മുമ്പ് സർക്കസ് ഇല്ലായിരുന്നോ അല്ല ബ്രോ മനുഷ്യനാണ് ചോദിച്ചേ അല്ല അത് വേറെ ആൾക്കാരെ ഡൊമിനിക്ക് ഇവിടെ കൊണക്കുള്ള സ്ഥലമല്ല കേട്ടോ അതൊക്കെ സ്ഥലം മാറി അതല്ലെന്നാ നിന്റെ കൊര അപ്പ എവിടെ പോയി ഡൊമിനിക്ക് കൊണക്കാൻ വന്നെങ്കിൽ വേറെ പേര് പോണാ ബ്രോ അവനാണോ കൊണച്ചിരുന്ന ബ്രോ ഇനി രണ്ട് സൈഡാണ് ട്രിഗർ ആയി കഴിഞ്ഞാൽ കിക്ക് ചെയ്യണ്ട അഡ്മിനെ സിറ്റുവേഷൻ പറയുന്നില്ല സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് ബ്രോ ഇന്നത്തെ കാരണം നടന്ന സിറ്റുവേഷന്റെ സ്റ്റാർട്ടിംഗ് അടിച്ചു ബ്രോ ഞങ്ങൾക്ക് സിറ്റിയിൽ സിറ്റുവേഷൻ എടുക്കാം നമുക്ക് പല സിറ്റുവേഷൻ എടുക്കാം ചിരിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിക്കാൻ പറഞ്ഞു അതൊക്കെ എന്തൊരു സീനാണ് ബ്രോ എന്ത് വർത്താനം ബ്രോ എന്ത് വർത്താനാണ് പറഞ്ഞത് എന്ത് വർത്താനാണ് പറഞ്ഞത് കേട്ടോ റേഡിയോ നമ്മളൊരാൾ നിൽക്കുന്ന സമയത്ത് നിനക്ക് നീ എന്താ ഇവിടെ നിനക്ക് വല്ല വീട്ടിൽ പോയിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞ് റേഡിയോ കോൾ സംസാരിക്കും മിണ്ടായിരിക്കും എടാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് കേട്ടാ നമുക്ക് മനസ്സിലായില്ലേ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞത്
അത് ഏത് അങ്ങനെയൊന്നുമില്ല. ഏത് സ്ക്രിപ്റ്റ്? ചെവിയിൽ എയർപോർട്ട് വെച്ച് സംസാരിച്ചോണ്ട് പോകണം, ഒരുത്തും ബ്രോ അടുത്ത് സംസാരിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോ ഒരാളെ എയർപോർട്ട് വെച്ച് സംസാരിക്കുമ്പോഴും അല്ലാതെ നേരിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിക്ക് അങ്ങനെയാണെ തന്നെ പാട്ടിട്ടാലും മറ്റേ ചിരിച്ചാലും റേഡിയോയിൽ കോൾ കൊടുത്താൽ തല്ലാൻ നീക്കാര് ഗുണ്ടകളോ സിറ്റിയിലെ? നമുക്കെതിരെ വന്നു നേരെ വന്നില്ല. നിങ്ങൾക്ക് നേരെ വന്നതിനൊക്കെ 10-14 വട്ടം തല്ലി വിട്ടിട്ടുണ്ട്. അടിയാമ കൊള്ളും, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഈ ഭൂപോയി അവന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ചെവിക്കല് നിർത്താൻ തരും, മനസ്സിലായോ? അങ്ങനെ ഒരാളുണ്ടോ നിങ്ങളുടെ കയ്യില്? എന്റെ പേര് അത് വായിക്കാൻ കുറച്ച് വ്യത്യാസമാണ് ബ്രോ. എടാ ഞാൻ നിന്റെ അടുത്ത് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു. ബോബോയ് വെറുതെ നമ്മളെല്ലാരും അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണ എന്താ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ള വീട്ടിൽ പോയി എന്നോടെന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കാൻ അത്രയൊന്നും പറ്റത്തില്ല ബ്രോ. ബ്രോ ഞാൻ വെറുതെ നിന്നപ്പോ ഞാൻ വെറുതെ നിൽക്കും. ഞാനും കിച്ചു എസ് എന്ന് പറയുന്നത് നമ്മള് 3 പേര് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബ്രോ ഇവിടേക്കാണോ വന്ന് നിൽക്കുന്നത്, പോയി വീട്ടിൽ പോയി നിന്നോടെ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അവനപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിന്റെ നാവടെ പോയി. അല്ല അവനപ്പോ അങ്ങനെ പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിന്റെ നാവടെ പോയി. ടീച്ചറെ ഗ്യാങ് ഡ്രസ് ഇട്ടാണ് വന്നത്. അല്ലല്ല അല്ല അപ്പൊ 3 പേര് എന്താ കഴിവില്ലാത്തവന്മാരായിരുന്നു? എന്തായിരുന്നു പ്രതികരിക്കാൻ? എന്താ വായോടെ പോയി പഴം കയറിയോ? നിന്റെ വായിക്കാൻ പഴം കയറി. അത് നീ വല്ല അവിടെ വെച്ച് സംസാരിച്ചില്ല, അത് പുറത്തിറങ്ങി അപ്പൊ പ്രീതാറിന് നിങ്ങൾ എല്ലാവരും തോറ്റില്ല. അപ്പൊ എങ്ങനെയാ ബാക്കി എങ്ങനെയാ? നിങ്ങൾ ആളുണ്ടോ? നമ്മളാളൊക്കെ ഓക്കെ അപ്പൊ എത്ര 15 മിനിറ്റ് ബ്രോ. അപ്പൊ ഓക്കെ കേട്ടില്ല ബ്രോ 15 മിനിറ്റ് ഷാർപ്പ്. 1 മണി സമയം പറഞ്ഞേ. ചന്ദ്ര ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ഉണ്ടേ. ബോബോയെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെ ബ്രോ, അത് 24 മണിക്കൂർ മുമ്പ് നടന്ന സിറ്റുവേഷൻ. അതെടുത്ത് ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രോയ്ക്കാണ് അത് മനസ്സിലായ. എടാ നിന്റെ വണ്ടി എടുത്തോണ്ടോ കേട്ടാ. എടാ തോക്കല്ലേ വേണം പറയണേ. നിന്റെ നട്ടലില്ലാത്ത അവനെന്താ വരാൻ? ലീഡർ അവനെന്താ വരാഞ്ഞേ? ലൈറ്റ് ഊരില്ല ചന്ദ്ര നമ്മളെ. ഇതൊക്കെ എന്ത് തന്തയിലാഴി? ഇതൊക്കെ ഒലയാടിക്ക് ബ്രോ. ഹലോ ആളില്ലേ ബ്രോ? ആളുണ്ട്. അടുത്ത പ്രാവശ്യം ആ നട്ടയില്ലാത്തവനെ വിടണേ ബ്രോ മീറ്റിങ്ങിന്. നീ അല്ല വരണ്ടേ. ആളുണ്ടെങ്കിൽ ബ്രോ അടുത്ത പ്രാവശ്യം നട്ടയില്ലാത്ത ലീഡറിനെ കേട്ടോട്ടാ. നട്ടയില്ലാത്തവനെ വിടണേടാ. കേട്ടോടാ വിടണേ. ആണവാ ഭയങ്കര കിഴപ്പാണ്. അവ അവസാനം എന്തിനാണ് പറഞ്ഞിട്ട് പോയത്? അണ്ണൻ പോയാ? അവസാനം അല്ല അവസാനം എന്താ? അല്ല എന്തോ അപരാധം പറഞ്ഞിട്ടോ? എന്തോ അപരാധം പറഞ്ഞിട്ടോ? അവന്റെ അച്ഛൻ 2 ഉറുമ്പ് അടിച്ചെന്നോ? അല്ലല്ല എന്നെ അണ്ണന്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, നിന്റെ അടുത്താ പറഞ്ഞു. എന്റെ അടുത്താണോ? നിന്നെ വണ്ടി അടിച്ചിട്ട് നീ എന്തോ നിന്റെ കണ്ണുപോട്ട് നടക്കുന്നേ നീ. ഇനി നീ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുമല്ലോ. അല്ലല്ല എന്റെ അടുത്താണോ ചോദിച്ചത്? അണ്ണന്റെ വണ്ടി അടിച്ചിട്ട് പട്ടി വേണമെന്ന് വിളിച്ചിട്ട് പോയി. എന്നെ ഇപ്പൊ വിളിച്ചിട്ട് പോയവനാ.
അതിന് മുമ്പ് ഒരുത്തൻ പോയി. മുമ്പ് പിന്നെ വേറെ ആരും വന്ന് വിളിച്ചു എന്നെ. നൈസാർ കണ്ണ അണ്ണനെ അല്ലല്ല നൈസായിട്ട് അല്ലല്ല ചോദിച്ചാണ് എന്നെയാണോ അണ്ണനാണോ വിളിച്ചതെന്ന്. കണ്ണുകൊട്ടനല്ലേ കുണ്ടയ്ക്ക് കൊടുക്കാൻ കുണ്ടത്തി അവനെ അവനെ കണ്ണും കുണ്ണെ കാണാന്ന് കാണിച്ചു കൊടുക്കാം. എടാ, സ്റ്റീവിന് ബാനാണോ? എന്തിന് എന്ത് കാര്യം അണ്ണ ഈ ആവേശം കാണിക്കണേ കുണ്ണ എടുത്തിരിക്കുന്നത് പറയലാണ്. ഈ ഭയങ്കര ആവേശമാണ് ഈ കുണ്ണ കാണിക്കാൻ. ഇവന് വിവരല്ലേ എന്റെ എന്തിനാ അവന് ബാന്? വിളിക്കൂ ഈ കുണ്ണ സിറ്റുവേഷൻ കഴിയാതെ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം നിങ്ങളൊക്കെ. കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾഡ് ആവ്. എന്തിനാ ഇങ്ങനെ ട്രിഗർ ആവുന്ന പെട്ടെന്ന്? ഇതൊക്കെ ഇവന്മാർക്കുള്ള ട്രിക്കാ ഇതൊക്കെ. നമ്മളെ ട്രിഗർ ആക്കി ബാൻ മേടിച്ചു തരാൻ വേണ്ടിട്ടുള്ള ട്രിക്കാ ഇതൊക്കെ. അതിൽ ദൈവം ഇത് വീണ് കൊടുക്കല്ലേ. ആണോ താഴെ ടീച്ചർ വണ്ടി വല്ല തോന്നണ് ആണ് വാണിങ് നോക്കി ലാൻഡ് ചെയ്തല്ലോ അവിടെ. അളിയ നീ നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ടൊന്ന് പോയടാ പ്ലീസ്. അനാവശ്യ കാര്യം ചെയ്യല്ലേ ചന്ദ്ര. ഞാൻ ഇപ്പോഴും പറയുവാ എടാ അങ്ങനെ കേറാൻ പാടില്ല അളിയ. ഇതൊക്കെ കിഴപ്പാണ് ചന്ദ്രു. ഇതൊക്കെ സ്റ്റീവ് ആണെങ്കിൽ തന്നെ പറഞ്ഞ കിഴപ്പാണ്. അവന്മാരടിക്കും കേട്ടാ.